ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഒരു കല്യാണം കൂടെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കല്യാണത്തിന്റെ തലേ ദിവസമാണ്. അപ്പൊ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് എന്റെ ചിറ്റയും ചിറ്റപ്പനും ഒക്കെ എത്തിയിരിക്കുകയാണ്. അപ്പൊ വൈകുന്നേരം ഒരു സമയം ഒരു 6 മണിയൊക്കെ ആയി. അപ്പം ചിറ്റയുടെ ഒക്കെ മോള് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ അനിയത്തി പൊന്നു. അപ്പൊ അവള് നേരത്തെ ബസ്സിന് വന്ന് ഇവർ രണ്ടുപേരുടെ സ്കൂട്ടറിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിട്ട് ഒരുമിച്ച് നാളെ ഇവിടുന്ന് ഒരു ട്രാവലറിന് പോകാനായിട്ടൊക്കെയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്റെ എൻഗേജ്മെന്റിന് ശേഷം ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ കല്യാണം. അപ്പൊ വന്നതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായത് സാരി ഉടുക്കാനാണ്. അപ്പൊ നാളെ സാരി ഉടുക്കാനാണ് എനിക്ക് പ്ലാൻ. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ അത് സെറ്റ് ആക്കിയൊക്കെ നമ്മൾ നാളെ വെളുപ്പിനെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. മൂവാറ്റുപുഴയാണ് കല്യാണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു മൂന്നര മണിക്കൂറൊക്കെ ട്രാവൽ ഉണ്ട്. അപ്പൊ ഇതാണ് എന്റെ സാരി, മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ ആ സാരി ആണെങ്കിൽ നേരത്തെ ഞാൻ ഒന്ന് കഴുകിയ കാരണം അത് ഇച്ചിരി ചുളുങ്ങിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുവാണ്. അപ്പൊ നേരത്തെ ഒന്ന് ഉടുത്തൊക്കെ നോക്കി നമ്മൾ സെറ്റ് ആണോന്ന് അറിയാൻ. അപ്പൊ പിന്നൊക്കെ കുത്തി സെറ്റ് ആക്കിയിട്ട് തേക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ബ്ലൗസ് ഇതാണ്, പഫൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് ഒരു രീതിയിലൊക്കെയാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അതും നമ്മൾ കഴുകി കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇങ്ങനെ ചുരുങ്ങിയും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരുടെ വിശേഷം പറയുക, അതിന്റെ ഇടയ്ക്ക് തുണിതേക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇവിടുത്തെ കറണ്ടിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒരു ചെറിയ കാറ്റടിച്ചതിന് ഇപ്പൊ പോകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എല്ലാം നല്ല സെറ്റ് ആക്കി വെക്കുകയാണ്. സാരി നല്ലപോലെ ചുളുങ്ങി പോയി. പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തേച്ചൊക്കെ എടുത്തത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. പിന്നെ ചിറ്റയും ചിറ്റപ്പനും മക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്റെ അപ്പച്ചിയുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ അപ്പച്ചിയൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഓൾറെഡി ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. സമയം ഒരു 5:15 5:30 ആയിട്ടുണ്ട്. ഇപ്പം രാവിലെ നമ്മള് സാരി കൊടുത്ത് അതിനെ കൊണ്ട് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുത്ത്, അതുകൊണ്ട് അപ്പയൊക്കെ നമ്മൾ ശരിക്കും കണ്ട പോലില്ല. അപ്പൊ അവരെല്ലാം വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ നടന്നു പോകുന്ന എന്റെ അനിയത്തിയാണ് പൊന്നു. അപ്പൊ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒരു 3-3.5 മണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞത് വലിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും വന്നില്ലെങ്കിൽ തന്നെ നമ്മൾ അത്രയും സമയം എടുക്കും മൂവാറ്റുപുഴ വരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയിലേക്ക് കയറിയിരിക്കാം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു എന്റെ എൻഗേജ്മെന്റിന് പോലും ഞാൻ ഈ 3:45 എഴുന്നേറ്റിട്ടില്ല. 3:45 എഴുന്നേറ്റ് റെഡിയായി സാരി കൊടുക്കാനൊക്കെ കൂടെ കുറെ ടൈം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയപ്പോ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി സെറ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഫാമിലി ഫുള്ളുണ്ട്. അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകണമെങ്കിൽ നമ്മുടെ അടിപൊളി ട്രിപ്പ് മോഡിലാണ്. ഞാൻ ആദ്യം വന്ന് ബാക്ക് സീറ്റിൽ ഇരുന്നത്. പക്ഷെ എനിക്ക് അവിടെ ഇരുന്നിട്ട് അത്ര ഒരു തൃപ്തി പറഞ്ഞിട്ട് ഞാൻ നേരെ ഫ്രണ്ടിൽ വന്നപ്പോ ഇതിന്റെ അച്ഛമ്മയുടെ അനിയത്തി, അതുപോലെ തന്നെ അനിയത്തിയുടെ ഹസ്ബൻഡ്, ചിറ്റപ്പൻ, അപ്പച്ചി, ചിറ്റ, അതുപോലെ തന്നെ എന്റെ കസിൻസ്, അച്ഛൻ എല്ലാരും ഉണ്ട്. ഒരു ബസ് നിറച്ച ആൾക്കാർ കൊട എടുക്കണമെന്ന് ഓർത്താ, പിന്നെ എടുത്തില്ലടി നീ പറഞ്ഞു. ആ ഇനിയും രാവിലെ സാരി ഉടുക്കാൻ കുറെ ടൈം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും അങ്ങോട്ട് ഒരുങ്ങാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ കുറെ ഇവിടുന്ന് ഒരുങ്ങി കെട്ടി അവിടെ ചെന്നാലും ട്രാവൽ ചെയ്ത് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും കുറെ എല്ലാം അലങ്കോലപ്പെട്ടൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മുടിയൊക്കെ ചുമ്മാ ഒന്ന് കെട്ടിയൊക്കെ വെച്ചിട്ടുള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുങ്ങാനെ കൊണ്ട് സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കൂട്ടത്തിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ, ഞങ്ങൾ പിള്ളേരൊഴിച്ച് ബാക്കി എല്ലാവരും ദക്ഷിണയൊക്കെ വാങ്ങിക്കാനുള്ള ടീംസാണ്. അതുകൊണ്ട് രാവിലെ തന്നെ എത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുൻ വന്നു. ഇനി അമ്മ കൂടെ വന്നാൽ മതി. അമ്മ ഗേറ്റ് ഒക്കെ പൂട്ടി സെറ്റായി അമ്മയും വന്നു. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. പത്തനംതിട്ടയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോ കൃത്യസമയം 5:45. നമ്മൾ 5:30 ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പൊ ഒരു 15 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരിക്കുമെന്നാണ് എല്ലാവരുടെയും ഒരു അനുമാനം. അപ്പൊ ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ നേരെ ഇങ്ങനെ വെളുത്ത് വരുമ്പോ ഇങ്ങനെ നമ്മുടെ ആകാശമൊക്കെ നല്ല നീല കളറിൽ കാണത്തില്ല. ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ സന്ധ്യ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് നല്ല കുറച്ച് സ്പീഡിലൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 5:45 കഴിഞ്ഞ ഒരു 6 മണിയൊക്കെ ആവാറായിട്ട് നമ്മൾ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെങ്ങന്നൂര് ബസ് സ്റ്റാൻഡ് ആണ് ഈ കാണുന്നത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന ബ്ലോഗിനകത്തൊക്കെ കാണിക്കാറുള്ളതാണ് നമ്മുടെ ചെങ്ങന്നൂര് ബസ് സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ.
അപ്പൊ അവിടെ നമ്മൾ നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രാവിലെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മഴയില്ലായിരുന്നു എന്നാണ് ഏറ്റവും വലിയ അനുഗ്രഹം. രാത്രിയിലൊക്കെ നല്ല പൂര മഴയായിരുന്നു. അതിന്റെ ആ ലക്ഷണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ടുണ്ട്. അങ്ങനെ 6:30 6:21 ആയിട്ടുള്ള സമയം. അപ്പോഴത്തേക്കും നമ്മൾ ചങ്ങനാശ്ശേരി എത്തി. ചങ്ങനാശ്ശേരി എത്തിയപ്പോഴത്തേക്ക് നേരെയൊക്കെ നല്ല അത്യാവശ്യം വെട്ടമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി അതുപോലെ ചെങ്ങന്നൂരൊക്കെ പോലെ തന്നെ എന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. കാരണം എന്റെ ബർത്ത് പ്ലേസ് ആ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി NSSന്റെ നമ്മുടെ എന്താ മന്നം സമാധി ബന്ധവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നേക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കോട്ടയം വരയ്ക്കാട്ടിലെ എനിക്ക് കൃത്യമായിട്ട് വഴിയും കാര്യങ്ങളും ഒക്കെ അറിയാം. പിന്നെ അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളൊന്നും പിടുത്തമില്ല. അപ്പൊ നല്ല രാവിലെ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് നമ്മളിങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം അല്ല സമയം 6:43 ആയപ്പോ നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. കോട്ടയത്തിലെ കോട്ടയത്തിന്റെ കോട്ടയം നഗരത്തിന്റെ ഇതിനെന്തോ ഒരു പേര് പറയുന്നത്, പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ കോട്ടയത്തിന്റെ മുഖമുദ്രയായിട്ട് കാണിക്കുന്ന എന്തോ ആകാശ വീതിയോ എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ ഒക്കെ വരാൻ പോവാണെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ കുറെ നാളായി ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മള് നമ്മുടെ മൂവാറ്റുപുഴയിലേക്കുള്ള ടേണിംഗ് ഒക്കെ എടുത്ത് ആ ഒരു റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂട്ടൊക്കെ പോകുമ്പോൾ നമ്മളൊരു അതിരപ്പള്ളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു ഹൈ റേഞ്ച് ഫീൽ ഒക്കെയാണ് ഈ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതുവരെയൊക്കെ പോകുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ആണ് കേട്ടോ. ആ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി പള്ളിയുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് മൂവാറ്റുപുഴ പോകുന്ന സമയത്തെല്ലാം ഈ പള്ളി ഇങ്ങനെ കാണാറുള്ള, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് ഒത്തിരി ഇങ്ങനെ നമ്മുടെ എലവന്തിട്ട് അമ്പലത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഒത്തിരി പടികളുടെ മേലുള്ള ഒരു അടിപൊളി പള്ളി. അപ്പൊ അതേ മുടിയൊക്കെ പറഞ്ഞ് നല്ല യക്ഷിയുടെ പോലത്തെ ലുക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി അനിയത്തിയും കൂടെ അടിപൊളിയായിട്ട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു കുറച്ച് എന്റെ എൻഗേജ്മെന്റിന് ശേഷം ഇപ്പോഴാണ് തോന്നുന്നു അവർ രണ്ടുപേരുടെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ നമ്മളൊരു 7:45 8 മണിയൊക്കെ ആയപ്പോ നമ്മൾ പ്രതീക്ഷിച്ചതിൽ ഒത്തിരി നേരത്തെ നമ്മൾ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് മൂവാറ്റുപുഴ ടൗണിലെത്തി. അപ്പൊ ഇനി ഇവിടുന്ന് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഇടറോഡൊക്കെ കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി. നമ്മൾ എത്ര തവണ മൂവാറ്റുപുഴ വന്നാലും എത്ര തവണ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് വഴി തെറ്റുന്ന ഒരു റൂട്ടിലാണ് കേട്ടോ ഇവിടെ അമ്മാവന്റെ വീട് കാര്യങ്ങളൊക്കെ ഉള്ളത്. എല്ലാ തവണയും പോലെ തന്നെ സ്ഥിരമായിട്ട് ഈ തവണയും നമ്മുടെ വഴി തെറ്റി അവസാനം നമ്മൾ ഏതോ ഒരു കൈതക്കാട്ടിലെങ്ങാണ്ടാണ് ചെന്ന് കയറിയത്. പിന്നെ അവസാനം അവിടെ ഇട്ട് വണ്ടിയൊക്കെ തിരിച്ചായിട്ടാണ് നമ്മള് വേറെ റൂട്ട് വന്നത്. ഈ ഒരു റൂട്ടിൽ തന്നെ നമ്മൾ കുറഞ്ഞ ഒരു 3-4 തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് അവസാനം വീട്ടിൽ നിന്ന് ആൾ വിളിച്ച് കറക്റ്റ് റൂട്ട് ലാൻഡ്മാർക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് നമ്മൾ വന്നത്. നമ്മൾ എത്ര തവണ പോയാലും ഒരു എല്ലാ റോഡും കണ്ട ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളാണ്. അപ്പൊ ഈ കൂട്ടത്തിരിക്കുന്ന എല്ലാരും കണ്ടില്ല, അന്തം വിട്ടിരിക്കുക. ഇവരെന്നല്ല, ഞാൻ ഇവിടെ എല്ലാവരും ഒരു കുറഞ്ഞ ഒരു 4-5 തവണയെങ്കിലും ഇവിടെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വഴി കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ സാധാരണ വരുമ്പോഴൊക്കെ നമ്മളെ ആണെങ്കിൽ വിളിക്കാൻ ആരെങ്കിലും വന്ന് വഴിയിലൊക്കെ നിൽക്കാനാണ് പതിവ്. പക്ഷെ ഇത്തവണ എല്ലാ തവണ നമ്മളെ വിളിക്കാൻ വരുന്ന ആളാണ് ഇത്തവണത്തെ കല്യാണ ചെറുക്കൻ. അങ്ങനെ നമ്മൾ കല്യാണം ആരുടെയാണെന്ന് ഇവര് പറഞ്ഞില്ല. അപ്പൊ എന്റെ അച്ഛന്റെ അമ്മാവന്റെ മോന്റെ കല്യാണമാണ്. അപ്പൊ ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ അങ്കിളിന്റെ കല്യാണമാണ്. പക്ഷെ അത്രയ്ക്ക് വലിയ പ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേട്ടാന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മള് കല്യാണ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് അതായത് അച്ഛന്റെ അമ്മാവനും അമ്മായിയൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ബന്ധുക്കളെന്നല്ല, ഒരുപാട് നാട്ടുകാരും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും അതുപോലെ തന്നെ ചേട്ടൻ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കല്യാണത്തിനായിട്ട് ഇങ്ങനെ പങ്കെടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എത്തി. എല്ലാവരും തല്ലിക്കുടഞ്ഞൊക്കെ എഴുന്നേറ്റു. അവിടുന്ന് ഒരുങ്ങിയൊക്കെയാ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാ സാരി എല്ലാം നമ്മുടെ അലങ്കോലപ്പെട്ടു പോയി. പിന്നെ എല്ലാരും ഇവിടെ വന്ന് ഒരുങ്ങാനുള്ളൊരു തയ്യാറെടുപ്പും ഒക്കെ ആയിട്ടാണ് എല്ലാരും വന്നിരിക്കുന്നത്. അങ്ങനെ വല്യമ്മമാരൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കിളുമാരെ ചേട്ടാന്ന് വിളിക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ അച്ഛന്റെ അമ്മാവന്മാരെ അമ്മായിമാരെയൊക്കെ ഞങ്ങളും അമ്മാവ അമ്മായി എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാരും കൂടെ നമ്മൾ വന്നിറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ അമ്മോളി കാണുന്നത് തന്നെയാണ് നമ്മുടെ വീട്. അതെ, തിരിച്ചു പോകുമ്പോ ഡ്രസ്സൊക്കെ മാറി എല്ലാരും സാരിയൊക്കെ മാറിയിട്ട് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോവാന്നൊക്കെ പറയാം. എല്ലാരും കവറും കാര്യങ്ങളും ബാഗും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛന്റെ അമ്മാവന്മാര് അതുപോലെ തന്നെ ചിറ്റപ്പന്മാര് അങ്ങനെയൊക്കെ കൂടുതൽ റിലേറ്റീവ്സ് നമുക്ക് നോർത്ത് ഇന്ത്യയിലുണ്ട്. മെയിനായിട്ടും ഗുജറാത്ത് മധ്യപ്രദേശിലൊക്കെ കുറെ റിലേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഗുജറാത്തിൽ നിന്നാണെങ്കിൽ എന്റെ ചിറ്റപ്പന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അപ്പൂപ്പിന് മാത്രമേ ഇത്തവണ വരാൻ പറ്റിയിട്ടുള്ളൂ. നമുക്കൊരു 2-3 മാസം മുമ്പ് അതായത് അച്ഛന്റെ ഇളയ അമ്മാവന്റെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നു ഏപ്രിൽ മാസത്തില്. അപ്പൊ വന്നിട്ട് എല്ലാരും പോയത് കൊണ്ട് അപ്പൊ ഈ കല്യാണം പെട്ടെന്ന് നമുക്ക് സെറ്റ് ആയത്. അങ്ങനെ പെട്ടെന്ന് വരാനായിട്ട് ലീവ് കിട്ടാത്തതുകൊണ്ട് അപ്പൂപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അപ്പൂപ്പ് നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൂപ്പനാണ് ഗുജറാത്തിൽ ഇരിക്കുന്ന അപ്പൂപ്പനാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വഴി പറഞ്ഞു തന്നത്. നമ്മളിനി എന്നാ വിളിക്കുന്നത്? ചിറ്റപ്പനുണ്ട്, ആ കൂടെ ഒരു മുറി ചിറ്റപ്പൻ, ഒരു മുറിയല്ലേ. ഞങ്ങൾ പറയാം ഗുജറാത്തിൽ കിടക്കുന്ന ആള് വേണം പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല. നീ ഇവിടെ ആദ്യമായിട്ടാണ്.
ഇതാണ് ഇന്നത്തെ സ്റ്റാർ, നമ്മുടെ കല്യാണ ചെറുക്കൻ. എല്ലാരും തമ്മിൽ കണ്ടതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാണ്. ഇതാണ് അമ്മായി, കല്യാണ ചെറുക്കന്റെ അമ്മ. അതുപോലെ തന്നെ ഈ നിൽക്കുന്നതാണ് അച്ഛൻ, അതായത് അച്ഛന്റെ അമ്മാവൻ. അപ്പൊ അവരൊക്കെ റെഡി ആവാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഇതാവുമല്ലോ, കാരണം ഇവർക്ക് ദിഷ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങി. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ ഒത്തിരി നേരത്തെ എത്തി. വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്റെ മുടിയൊക്കെ കാറ്റടിച്ചൊക്കെ പറന്നാണ് ഒരുമാതിരി പ്രാന്ത് ലുക്കിലിരിക്കുകയാണ്. അപ്പൊ എല്ലാരും വലിയ സജ്ജീകരണങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത് ഇവിടെ വന്നിട്ട് ഒരുങ്ങാനായിട്ട്. അപ്പൊ എല്ലാരും ഒരുക്കം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുടിയൊക്കെ കെട്ടി സെറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. എല്ലാ കല്യാണ വീടുകളെ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇഡലി സാമ്പാറും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇഡലി സാമ്പാറും ഒക്കെ നമ്മൾക്ക് അടിച്ചു കയറ്റാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വന്ന് അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ അതേ കല്യാണ ചെറുക്കൻ ദക്ഷിണയൊക്കെ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവര് നോർത്ത് ഇന്ത്യയിലൊക്കെ വളർന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറച്ച് റിച്വൽസും കാര്യങ്ങളൊന്നും അവർക്ക് വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പൂപ്പനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എങ്ങനെ ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ. हाथ ऐसा पकड़ के रखो तो हाथ ऐसा ओके മനസ്സിലായി. അടുത്ത അടുത്ത ആളെ ഓരോരുത്തർ ഇങ്ങോട്ട് പോരെ. ഇനിയിപ്പം സീനിയോറിറ്റി നോക്കാല്ല. മാമൻ എന്ത് ചെയ്യും? മാമ ഒരു തടി തന്നെ ഓർമ്മ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ ഒക്കെ പരിചയപ്പെടാം. ഇത് എന്റെ അച്ഛന്റെ ഇളയ അമ്മാവനാണ്, അതായത് കല്യാണ ചെറുക്കന്റെ ചെറിയച്ഛനാണ്. അപ്പൊ അതെ ഓരോരുത്തരും അടുത്തായിട്ട് പോവാണ്. അടുത്തത് പോകുന്നത് എന്റെ അച്ഛന്റെ അമ്മ, അതായത് അപ്പച്ചി, മൂത്ത അപ്പച്ചിയാണ്, ഏറ്റവും മൂത്ത ആളാണ്. അതിന്റെ ഇളയതാണ്. ഇത് കല്യാണ ചെറുക്കന്റെ ചേട്ടനാണ്. അത് കഴിഞ്ഞിട്ട് ഇത് എന്റെ അമ്മ. വീഡിയോ ഒക്കെ കണ്ടുള്ളവർക്ക് അറിയായിരിക്കും അമ്മ. അത് കഴിഞ്ഞിട്ട് ഇത് അച്ഛന്. പിന്നെ ആണെങ്കിൽ ആരാ അടുത്തത് അമ്മായി, അതായത് കല്യാണ ചെറുക്കന്റെ ചെറിയമ്മ. പിന്നെ ഇത് എന്റെ അപ്പച്ചി, ഇത് ചിറ്റ. അങ്ങനെ എല്ലാവർക്കും ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ്. അവർ ഫാമിലി ആയിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോസ് അതുപോലെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ വെളിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ക്യാമറയും ലൈറ്റും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാരും ഫാമിലി ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കാനുണ്ട്. അപ്പൊ അവര് അച്ഛനും അമ്മയും മോനും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ, അച്ഛൻ, അമ്മ, മോൻ, അതുപോലെ തന്നെ ചേട്ടൻ കൂടെ അവർ 4 പേരോടുള്ള അവരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കല്യാണത്തിന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് സമയമുണ്ട്. കല്യാണം ഏകദേശം ഒരു 10:30 ആണ്, രാവിലെയാണ് കല്യാണം. ഇപ്പൊ സമയം ഒരു 8:30 9 മണി ആയിട്ടേ ഉള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ കാറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൈറ്റ് റോസാപ്പൂ അതുപോലെ തന്നെ നമ്മുടെ ജിപ്സം പൂവൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അപ്പൂപ്പനും അമ്മാവനും ചേട്ടനും ഒക്കെ തന്നെ നേരത്തെ കല്യാണ മണ്ഡപത്തിലേക്ക് പോവാണ്. അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ആരെങ്കിലും ഒക്കെ നേരത്തെ ചെല്ലുന്നുണ്ടോ, അപ്പൊ അവര് നേരത്തെ പോയിരിക്കണം. നമുക്ക് പോകാൻ ഇനി ഒരു മണിക്കൂറോളം ഏകദേശം സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയും ഒക്കെ നമുക്ക് ചെലവാക്കണ്ട. അപ്പൊ ഞാൻ എന്റെ കസിൻസ് ആണ്, അപ്പു അതുപോലെ തന്നെ സച്ചു, അമ്മായിയും കാര്യങ്ങളും എല്ലാം. നമ്മൾ കുറെ ഫോട്ടോസും കാര്യങ്ങളും റീൽസും ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം സാരി എടുത്തോണ്ട് ഞാൻ ചറപറ റീൽസ് എടുപ്പും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കല്യാണത്തിന് വന്ന വണ്ടി എന്നറിയണ്ടേ? ഏതായാലും ഞാൻ 2 പേര് ആ സൈഡിലും 2 പേര് ഈ സൈഡിലോട്ട് നിൽക്കും. കല്യാണ പെണ്ണിനും ചെറുക്കനും കൂടി ഇങ്ങനെ വണ്ടിയുടെ പരസ്യമാകും. ഞങ്ങള് താഴോട്ട് നോക്കണം. ക്യാമറമാനെ വിളി, ചേർത്തിട്ട് മാത്രമേ നിങ്ങൾക്കെന്തൊരു ഗ്യാപ്പ് ഇടയ്ക്ക്. എല്ലാരും കൂടെ അല്ലയോ? അടുത്ത വെഡിങ് ആനിവേഴ്സറി ഇടാലോ. അതിനുള്ള ഇപ്പോഴെടുത്ത വിഷമിക്കണ്ട. തലയൊക്കെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു, അല്ലാതെ തല മതി. അമ്മാവൻ എന്തി അമ്മായി കല്യാണം കഴിയണോ ഇനി? കപ്പിൾ ഫോട്ടോ എടുക്കാം അല്ലേ?
നമ്മൾ മാത്രമേ ഉള്ളവൻ പിന്നെ കാറിന് പരസ്യമല്ല. അതാ ഒരു സൈഡിൽ നിൽക്കാം. ആദ്യം അടുത്ത് നിൽക്കും, പിന്നെ അങ്ങനെ നിൽക്കും. ഞാൻ ഇവിടെ നിൽക്കാം. മമ്മിക്ക് ഊപ്പർ ഇതുപോലൊരു തൂണയില വെക്കുന്നു. അപ്പൊ കുഴിക്കണ്ട. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചു എത്തി. അതായത് എന്റെ ചിറ്റപ്പന്റെയും ചിറ്റയുടെ ഇളയ മോനാണ്, പൊന്നുന്റെ അനിയൻ. അവനാണെങ്കിൽ ഇവിടെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാഴ്ച ആയിട്ടുള്ള അവിടെ നിന്ന് നേരിട്ട് കക്ഷി വരികയായിരുന്നു. അപ്പൊ കല്യാണ ചെറുക്കന്റെ ചേട്ടനാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അവൻ വന്നു. അങ്ങനെ അവൻ ഫുഡും കഴിപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങാനായിട്ട് ഉള്ള പരിപാടികൾ നോക്കാണ്. അവിടെ തന്നെ നിന്നോ മതി കറക്റ്റ്. അങ്ങനെ ഫോട്ടോ എടുപ്പും വിശേഷം പറച്ചിലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് സമയം ഒരു 9:30 ആവാറായിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അപ്പൊ നമ്മള് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കല്യാണത്തിനായിട്ട് എല്ലാരും കൂടെ ഇറങ്ങുകയാണ്. നമ്മള് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളതുകൊണ്ട് അത്ര വലിയ തെള്ളും തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിലേക്ക് പോവാണ്. പക്ഷെ അമ്പലത്തിലേക്ക് പോയപ്പോഴും നമ്മൾ പോയത് ഒരു റൂട്ടിലും ബാക്കി പുറകെ വന്നവരൊക്കെ വന്നത് വേറൊരു റൂട്ടിലായിരുന്നു. എന്തായാലും കറക്റ്റ് ആയിട്ട് 2 വഴി പോയെങ്കിലും എല്ലാരും കറക്റ്റ് സമയത്ത് തന്നെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ നേരത്തെ ആരോ കൊടുത്ത കൂളിംഗ് ഗ്ലാസ് ആണ്. അപ്പൊ അതേ പൊന്നുണ്ട്, ഞാനുണ്ട്, പിന്നെ ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നേരെ കല്യാണ മണ്ഡപം ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് കേട്ടോ അമ്പലം. അമ്പലത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമ്മൾ നേരെ വന്ന് അവിടെ കാറ് പാർക്ക് ചെയ്യുന്ന അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ഫോട്ടോക്കാര് പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങണ്ടെന്നൊക്കെ. അപ്പൊ നമ്മൾ ഇറങ്ങി. പിന്നെ സ്വീകരണവും തയ്യാറെടുപ്പുകളും ഒക്കെ ആയിട്ട് വന്നിട്ട് സ്വീകരിച്ചു കൊണ്ടുപോകും. അപ്പൊ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ സ്വീകരണം പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വീകരണം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരുത്തി, മാലയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇരുത്തി. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള് കല്യാണ പെണ്ണിന്റെ എൻട്രി ആണ്. അപ്പൊ ചേച്ചി വന്നിട്ടുണ്ട്. അങ്ങനെ കല്യാണ പെണ്ണും വന്ന് ഇനി അടിപൊളിയായിട്ട് നമ്മുടെ കല്യാണ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ അത് നമുക്ക് മ്യൂസിക് ഇട്ട് കല്യാണ ചടങ്ങുകളൊക്കെ കാണാം.
കല്യാണമൊക്കെ അടിപൊളിയായിട്ട് മംഗളമായിട്ട് തന്നെ കഴിഞ്ഞു. നല്ല അടിപൊളി കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് പിന്നെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ പൊക്കത്തിലായിട്ട് കാണുന്ന അവിടെ തന്നെയാണ് ഒരു മണ്ഡപം പോലെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ വന്നിരുന്നു. അപ്പൊ എന്തായാലും നല്ല മഴയല്ല വെയിലും അല്ലാത്തൊരു മൂടിയ കാലാവസ്ഥയായിരുന്നു. അപ്പൊ നമ്മൾ കസിൻസ് എല്ലാം കൂടെ കുറച്ചുനാള് കൂടി കണ്ടതിന്റെ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ മഴ പെയ്യരുതേ എന്നായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു മഴ ഒന്ന് പെയ്ത് തോർന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ മഴയും അങ്ങനെ അലമ്പായിട്ടുള്ള മഴയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെറുക്കനും പെണ്ണും ഒക്കെ വന്നിട്ട് അവര് അവിടെ സ്റ്റേജില് നമ്മുടെ സ്വീകരിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ യാത്രാ ക്ഷീണവും അതുപോലെ തന്നെ കുറച്ചു നേരം നമ്മുടെ കല്യാണത്തിന് അവിടെ നിന്നതിന്റെ ക്ഷീണമൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പാലും പഴമൊക്കെ കൊടുക്കാൻ വേണ്ടി ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചപ്പോ നമ്മളെല്ലാം ഇങ്ങനെ ബാക്കിലായിരുന്നുകൊണ്ട് അച്ഛനും ഷൈനണ്ണനും കൂടാണ് പാലും പഴമൊക്കെ കൊടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ അങ്ങ് നോക്കിയിട്ട് കണ്ടില്ല, ഞങ്ങൾ ഒത്തിരി ബാക്കിലായിരുന്നു ഇരുന്നത്. അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി ആയി. എല്ലായിടത്തും പെണ്ണുങ്ങളല്ലേ കൊടുക്കുന്നത്, അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവര് പാലും പഴമൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു 11 മണി ആയപ്പോഴത്തേക്ക് സദ്യയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയി എന്ന് പറഞ്ഞ് അവര് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് വിശപ്പും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, കാരണം കല്യാണം രാവിലെ ആയിരുന്നു, കാരണം ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ വലിയ തൊഴിലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് സമാധാനപരമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ വന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ട് കഴിച്ചിട്ട് പോവാം. സാധാരണ ഞങ്ങളുടെ ഇവിടെ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി യുദ്ധക്കളം പോലെയാണ്. തൊള്ളും ഉന്തും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എറണാകുളം ഭാഗത്ത് നമ്മുടെ കറികളൊക്കെ ഞങ്ങളുടെ ഇവിടെ ഉള്ള കറികളൊക്കെ തന്നെയാണ്, പക്ഷെ ടേസ്റ്റിലൊക്കെ കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ 1-2 കറികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി പറയാമല്ലോ, പത്തനംതിട്ട ആ ഒരു സൈഡിലോട്ടൊക്കെയുള്ള ഒരു സദ്യയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് അമ്മാവന്റെ ഇളയ മോനാണ് കേട്ടോ. അവിടെ നിന്ന് കൈയൊക്കെ ഇങ്ങനെ പൊക്കി, കയ്യിലുള്ള നാരങ്ങയൊക്കെ പൊക്കി കാണിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ടിരുന്ന് സദ്യകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ക്ഷീണമാണ്. ഇപ്പൊ നമ്മൾ നിൽക്കൊണ്ടിരിക്കുന്നതിന്റെ പുറകെ കൂടെ തന്നെ, ആ അമ്പലത്തിന്റെ പുറകെ കൂടെ തന്നെ നല്ല മൂവാറ്റുപുഴ ആറാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വീഡിയോയിൽ കാണത്തില്ല തോന്നുന്നു, അങ്ങ് ചെറുതായിട്ട് കാണാൻ തോന്നുന്നു. അവിടെ കുറെ പേര് ചൂണ്ടയൊക്കെ ഇട്ടോണ്ടിരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒഴുക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്തും തോന്നുമൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സദ്യയോടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി ധൃതി പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, കാരണം സമയം ഇപ്പൊ ഒരു 11:30 ആയിട്ടേ ഉള്ളൂ. 3:30 കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കുറെ നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് മുഷിച്ച് കഴിഞ്ഞപ്പോ 2 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കോളാം. അവര് വന്നു, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പതുക്കെ വരട്ടെന്ന് വിചാരിച്ചപ്പോ വീട്ടിൽ വന്ന എല്ലാരും ഓരോ സൈഡിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. 2 മണിക്ക് വന്നു, പിന്നെ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് വന്നത്. അപ്പൊ ചെറുക്കൻ പെണ്ണ് സ്വീകരിക്കാനുള്ള വിളക്ക് അതുപോലെ തന്നെ താലം കാര്യങ്ങളെല്ലാം ഇങ്ങനെ റെഡിയാക്കിയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും വലിയ കാര്യത്തില് ഭാണ്ടക്കെട്ടൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറാന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തോണ്ടാണ് വന്നത്. അപ്പൊ പൊന്നു മാത്രമേ ഉള്ളൂ കൊടുത്ത് ഡ്രസ്സ് മാറിയത്. എനിക്ക് പിന്നെ ഇതൊന്നും ചുമ്മാ വയ്യാത്തോണ്ട് ഞാൻ അതുപോലെ ഡ്രസ്സ് എടുക്കാനും പരിപാടിക്കൊന്നും നിന്നില്ല. അപ്പൊ എല്ലാരും വന്നിട്ട് പിന്നെ വെള്ളം കുടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചു പേരൊക്കെ കിടന്നുറങ്ങി. അപ്പൊ എന്റെ മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങോട്ട് തൃപ്തി വരുന്നില്ല. എന്തോ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്നതാണേലും ഇടയ്ക്കിടയ്ക്ക് അഴിച്ചഴിച്ച് കെട്ടിയത് കൊണ്ട് ഒരു തൃപ്തി അങ്ങോട്ട് വരുന്നില്ലായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ചിറ്റപ്പനൊക്കെ ആണെങ്കിൽ പോവാനായിട്ടുള്ളൊരു ധൃതിയിൽ ഇങ്ങനെ നിൽക്കുക. അവര് വന്ന് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് ഇറങ്ങണം. അപ്പൊ എല്ലാരും അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ തൂങ്ങി പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അവര് വരാൻ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് വിളക്കും കാര്യങ്ങളും ഒക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം ഒരു 3:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കനും പെണ്ണും ഒക്കെ എത്തി. ആ സമയം ആയപ്പോഴത്തേക്കും ഒരു മൂടിക്കെട്ടിയ ഒരു മഴ. ഞങ്ങളൊക്കെ ഇറങ്ങാൻ സമയം, അതായത് ഇവര് വന്ന് ഇവരെ വീട്ടിൽ കയറ്റിയിട്ട് നമുക്ക് ഇറങ്ങണം ഒരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു മഴയും ചെറിയൊരു കാറ്റും കാര്യങ്ങളും ഒക്കെ വന്ന് ഇവര് മഴ പെയ്യുന്നതിന് മുമ്പ് അവര് വന്ന് കയറി. നമ്മളും വണ്ടി തിരിച്ചു പോയി കഴിഞ്ഞിട്ടാണ് മഴ പെയ്തത്. അപ്പൊ ചെറുക്കനും പെണ്ണും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അവരെ വിളക്ക് കൊടുക്കലും വീട്ടിൽ കയറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ തുടങ്ങാൻ പോവാണ്.
അവിടെ മേടിയില്ലേ രണ്ട് കൈ കൊണ്ട് പിടിമോളെ. സാരി നോക്കണ്ട. സാരി രണ്ട് കൈ കൊണ്ട് പിടി. രണ്ട് കൈ കൊണ്ട് പിടി. നേരെ മുമ്പോട്ട് പോയി വളക്കല നോട്ടം. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള പാല് കൊടുക്കലും പാലും പഴം കൊടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതെല്ലാം ഇങ്ങനെ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പതുക്കെ പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം നമുക്കിനി ഒത്തിരി ദൂരം പോകാനുണ്ട്. രാവിലെ വന്ന പോലെ നമുക്ക് അത്ര എളുപ്പത്തിൽ തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ മറുവീടും പരിപാടികളൊക്കെ ഇവർക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എന്തോ ഉള്ളൂ. അപ്പൊ പിന്നെ ഇനി അവിടെ നമ്മള് പ്രത്യേകിച്ച് നിന്നിട്ടും കാര്യങ്ങളും ചടങ്ങുകളും ഒന്നും ഇല്ല. ഇനിയിപ്പോ എത്രയൊക്കെ ഉള്ളൂ. കല്യാണമൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മളെല്ലാരും പോകാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ അച്ഛമ്മ ബെൽറ്റ് ഒക്കെ കെട്ടിക്കൊണ്ട് വന്നത് ഇവിടെ വന്നു വെച്ചപ്പോ അതയച്ച് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കയ്യിലൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും യാത്രയൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ഇനിയത്തെ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് മേ ബി നവംബറിലുള്ള എന്റെ കല്യാണമായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാരും പേരിനൊക്കെ എല്ലാരും വരണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പൊ ചേച്ചിയോടൊക്കെ യാത്ര വെച്ചിട്ട് നമ്മൾ ഒട്ടും സമയം കളയാതെ ഇറങ്ങുകയാണ്. കാരണം നല്ല മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സമയം ഒത്തിരി സന്ധ്യാവും. കാരണം വീട്ടിലെത്തിയിട്ട് എന്താ അപ്പച്ചിക്കൊക്കെ അവരുടെ വീട്ടിലോട്ട് പോകാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഒത്തിരി സമയം കളയാതെ ഇറങ്ങുകയാണ്. നടന്നോണ്ടിരിക്കുക. എപ്പോഴത്തേക്ക് എപ്പിസോഡ് ശരിയാവും? ഞങ്ങൾ ഇനി എറണാകുളത്തിനാ വരുന്നത്. എപ്പോഴത്തേക്ക് ശരിയാവും? അത് കുറച്ച് ദിവസം എടുക്കും. എഡിറ്റിങ്ങോ? ഇന്നത്തെ ക്ഷീണം മാറണ്ടേ? 2 ദിവസം. കെട്ടിക്കൊണ്ടുവന്ന ബെൽറ്റ് അപ്പൊ അങ്ങ് വന്നേക്കണം. എല്ലാരും വരാൻ നോക്കണം. അഥവാ വരാൻ പറ്റിയില്ലെങ്കിൽ ആരും ഒരാളെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വരും. അങ്ങോട്ട് വരിക. അത് വേണമല്ലോ. സ്റ്റാച്യു ഒക്കെ കാണാൻ പോകാം. പിന്നല്ല, അന്നൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നപ്പോ പണി കിടക്കുന്നുള്ളായിരുന്നു. അപ്പുറം ഇപ്പുറം ഒക്കെ വേണം.
അങ്ങനെ എല്ലാരും നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് കല്യാണമൊക്കെ കൂടി എല്ലാരും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാരും പിരിയുകയാണ്. കുറച്ച് പേരൊക്കെ എറണാകുളത്തോട്ട്, കുറച്ച് പേരൊക്കെ ഗുജറാത്തിലോട്ട്, ബാക്കിയുള്ളവരൊക്കെ പത്തനംതിട്ടയ്ക്ക്, അങ്ങനെ നമ്മൾ പല പല സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഒരു അടാറ് മഴ ഇങ്ങനെ ഇപ്പൊ പെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വണ്ടി കയറുന്നവരെങ്കിലും പെയ്യരുതേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. കാരണം നമ്മുടെ ലാകമുള്ള ഒരു കടയാണ്, ഇത്രയും ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്നതിന് മുമ്പ് വണ്ടി കയറാനായിട്ടുള്ള ഒരു തത്രപ്പാട്ടിലും കാര്യങ്ങളിലും ഒക്കെയാണ്. ഫ്രീ ആയതുപോലെ ഇങ്ങോട്ട് വന്നപ്പോ വലിയ റിച്ച് ലുക്കായിരുന്നു. അപ്പൊ ഇതുവല്ല നമ്മള് ഗുജറാത്തിൽ പോയിട്ട് തിരിച്ചു വന്നത്. അങ്ങോട്ട് പോയപ്പോ ട്രോളി ബാഗൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് ഒരു പിച്ചക്കാർ ബിഗ് ഷോപ്പറും. അതല്ല, എന്റെ ചിറ്റപ്പന്മാരിൽ ഒരാളുടെ കല്യാണം ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പം 2019 ഡിസംബറിലായിരുന്നു. അന്ന് ഞങ്ങള് ഗുജറാത്തിൽ ഞങ്ങൾ എല്ലാരും കൂടി ഇതുപോലെ തന്നെ ജാതിയായിട്ട് ഗുജറാത്തിൽ പോയിട്ടുണ്ടായിരുന്നു കല്യാണം കൂടാൻ വേണ്ടി. അപ്പൊ ആ ഒരു കല്യാണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. അങ്ങോട്ട് പോയപ്പോ നമ്മള് നല്ല ടിപ് ടോപ്പില് ഫ്ലൈറ്റിലൊക്കെയാണ് അങ്ങോട്ട് പോയത്. തിരിച്ചു വന്ന ഒരു ട്രെയിൻ യാത്രയായിരുന്നു. പക്ഷെ വളരെയധികം ശോചനീയമായ ഒരു ട്രെയിൻ യാത്രയായിരുന്നു തിരിച്ചുണ്ടായിരുന്നത്. വളരെ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് അങ്ങനെ എന്തോ ആയിരുന്നു ആ ട്രെയിനിന്റെ പേര്. വളരെ ട്രെയിൻ യാത്ര തന്നെ വെറുത്തു പോയൊരു യാത്രയായിരുന്നു. അതുപോലത്തെ ഒരു വൃത്തികെട്ട ട്രെയിൻ ആയിരുന്നു നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കിട്ടിയത്. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ നമ്മള് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്ക് പോകണം. അപ്പൊ അച്ഛനെ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. മൂവാറ്റുപുഴ ജംഗ്ഷനിൽ എത്തിയിട്ട് അവൻ അവിടെ നിന്ന് നേരെ വണ്ടി പിടിച്ചിട്ട് കാക്കനാട്ടിന് പോകാനുള്ള പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അവിടെ ഇറങ്ങാൻ അവിടെ ഇരുന്നോടാ, പിന്നെ അവിടെ ഇറങ്ങാൻ ബെൽറ്റൊക്കെ ഇപ്പൊ അങ്ങോട്ട് വന്നപ്പോ ബെൽറ്റൊക്കെ ഇട്ടോട്ടോ ഇപ്പൊ കയ്യിലായി. കുഴപ്പമില്ല, വരാൻ വേണ്ടിയിട്ടുള്ള രണ്ടുപേരുടെ അവിടെ ഉണ്ട്, അവിടെ ഇറങ്ങി കാര്യമുണ്ട്, ഇറങ്ങി ഉണ്ടല്ലോ. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഏകദേശം ഒരു 4 മണിയൊക്കെ ആവാറായപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ നേരെ മൂവാറ്റുപുഴ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അച്ഛനെ നമ്മളിവിടെ ഇറക്കി വിടുകയാണ്. അപ്പൊ അവന് ബസ് എവിടെ കിട്ടുമെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ നേരെ അവൻ കാക്കനാടാണ് ഇപ്പൊ പഠിക്കുന്നത്, അവിടോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ അവിടെ നേരെ പത്തനംതിട്ട. നമ്മൾ മൂവാറ്റുപുഴയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി മഴയും കൊണ്ടാണ് നേരെ പത്തനംതിട്ടയ്ക്ക് പോകുന്നത്. അപ്പൊ കയറി കടന്നിട്ട് ഞങ്ങൾ ഒരു 2 മണിക്കൂറോളം എല്ലാവരും നല്ല പൂര ഉറക്കമായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക്, അതുപോലെ തന്നെ മഴയുടേതായ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചങ്ങനാശ്ശേരിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ എഴുന്നേറ്റത്. ആ സമയം ആയപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മഴ സ്റ്റെപ്പായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ചുകൂടി ഒരുമാതിരി നല്ലൊരു രീതിയിലുള്ള ഒരു മഴ. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക്, അതായത് വീടൊക്കെ എത്താറായപ്പോഴത്തേക്ക്, നമ്മുടെ യാത്ര തീരാനൊക്കെ സമയമായപ്പോഴത്തേക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല അടാറ് മഴയായിരുന്നു. ആ ഒരു മഴ കാരണം എനിക്ക് തോന്നുന്നു നമ്മളൊരു 1/2 മണിക്കൂറോളം ആ മഴയിൽ ലേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു 1/2 മണിക്കൂറോളം താമസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 4 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 7 മണിയൊക്കെ ആവാറായ സമയത്താണ് നമ്മൾ വീട്ടിലെത്തിയത്. കണ്ടില്ലേ, നല്ല പോലെ റോഡൊക്കെ കാണാൻ പറ്റാത്ത പോലെ തന്നെ നല്ല രീതിയിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു.
ഫൈനലി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. രാവിലെ ഒരു 5:30 കഴിഞ്ഞപ്പോ തുടങ്ങിയ ഒരു യാത്ര നമ്മൾ വൈകിട്ട് 7 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല സുഖകരമായിട്ട് പോകാനും വരാനും അതുപോലെ തന്നെ നമ്മുടെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ അതെ എല്ലാരും വീട്ടിലൊക്കെ വന്ന് ഇനിയിപ്പോ ചെറുതായിട്ട് റെസ്റ്റ് എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് തന്നെ തിരിച്ചു പോകേണ്ട ടീംസ് ഉണ്ട്. പിന്നെ നാളെ പോകേണ്ടവരുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എല്ലാവരും കല്യാണത്തിന്റെ നല്ല ക്ഷീണത്തിലാണ്. എല്ലാവരും നല്ലപോലെ ഉറക്കമായിരുന്നു. അപ്പൊ എല്ലാവരും തല്ലിക്കൊടഞ്ഞൊക്കെ എഴുന്നേക്കുന്നതേ ഉള്ളൂ. ഇവിടെ നല്ല അടാറ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം നല്ല രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ സൈഡിലൊരു ചെറിയ തോട് പോലെ ഉണ്ട്. അതിനകത്തോടൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കുത്തിയടിച്ച് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുറ്റത്താണെങ്കിൽ ഈ കല്ലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുറ്റം നേരത്തെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കല്ലിടുന്നതിന്റെ പണി ഇതേ പകുതിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് പോളിഷ് ചെയ്യാനും അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്രാസ് പിടിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറെ അന്വേഷിച്ച് നടന്നിട്ട് നമുക്ക് ആളെ കിട്ടാത്തോണ്ടാണ് കേട്ടോ നമ്മുടെ വീടിന് ഇത്രയും താമസിച്ചത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കളിയൊക്കെ പറഞ്ഞാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന് തന്നെ അതിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നാട്ടുകാർക്ക് മുഴുവൻ കല്ലിട്ടിട്ട് ലാസ്റ്റ് ആണ് നമ്മുടെ വീടിന്റെ കല്ലൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പൊ ഇതും പകുതിയിൽ അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഓണമൊക്കെ ആവാറാകുമ്പോ കല്യാണമൊക്കെ അടുപ്പിച്ച് ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല വർക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെ എല്ലാരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അപ്പയ്ക്കൊക്കെ ഇന്ന് തന്നെ തിരിച്ചു പോകണം. അപ്പൊ അവര് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വ്ളോഗ്. ചെറിയ വ്ളോഗ് അല്ല, കാരണം കുറച്ച് ലെങ്തും കാര്യങ്ങളും ഒക്കെ ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 30 മിനിറ്റിന് മുകളിൽ വീഡിയോ പോയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഏകദേശ കണക്ക്. അപ്പൊ ബോറടിച്ചെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ചാൽ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ടാറ്റാ.